കടുക് താളിക്കുമ്പോൾ ചേർക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയുമാണ് ഇതിൻ്റെ പൊടിക്കൈ. കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ചക്കക്കുരു തോരനാണ് വയ്ക്കുന്നത്. പഴയ കാലത്ത് അമ്മച്ചി ഉണ്ടാക്കിയ അതേ രീതിയിലാണ് ഇന്ന് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം തന്നെ ചക്കക്കുരു വൃത്തിയാക്കി കരിന്തൊലിയൊക്കെ മാറ്റി നല്ലതായിട്ട് ചീകി അരിഞ്ഞ്, അത് അമ്മച്ചി തന്നെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. നമുക്കിപ്പോൾ സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും ആരും എടുക്കാത്തത്. പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ്. അമ്മച്ചി ഉണ്ടാക്കി കാണിച്ച അതേ രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിനാവശ്യമായ സാധനം: തേങ്ങ തിരുമ്മിയത്, ചുമന്നുള്ളി ആവശ്യത്തിന് നല്ലതായിട്ട് ചുമന്നുള്ളി ചേർക്കണം. എന്നിട്ട് ഏറ്റവും അവസാനം കടുക് വറക്കുമ്പോഴാണ് ഇതിൻ്റെ കൂട്ടുകളൊക്കെ ചേർക്കുന്നത്. കുരുമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ഇടിച്ച്, അരക്കിയല്ല ഇടിച്ച് ചേർത്താണ് ഇത് ചെയ്യുന്നത്. നല്ലതുപോലെ നമ്മൾ ചക്കക്കുരു എല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വയ്ക്കാൻ നേരത്ത് ആണ് ബാക്കി സാധനങ്ങളൊക്കെ ഇടുന്നത്. തേങ്ങാപ്പീരയും ചുമന്നുള്ളിയും ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. മഞ്ഞൾ പൊടിയൊന്നും ഈ സമയത്ത് നമ്മൾ ഇടാറില്ല. ഏറ്റവും അവസാനം വെന്തതിന് ശേഷമേ മഞ്ഞൾ പൊടിയും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കത്തുള്ളൂ. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള സാധനമായതുകൊണ്ട് ആളുകളൊക്കെ നന്നായിട്ട് കഴിക്കും. സാധാരണ പ്രായമുള്ളവർ തന്നെയാണിത് ചെയ്യുന്നത്. കാര്യം ഇപ്പോഴുള്ളവർക്കൊന്നും ഇതൊന്നും എടുക്കാനോ ഒന്നിനും സമയമില്ലാത്തത് കൊണ്ട് വീട്ടിലാരെങ്കിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അരിഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുത്തു തരും. ഇപ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ചക്കക്കുരു പല രീതിയിൽ തോരൻ വയ്ക്കും. പക്ഷെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരൻ ഈ രീതിയിൽ ഞാൻ പലതും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള, കുറച്ച് വെന്ത് പോകും. പക്ഷെങ്കിൽ അത് നന്നായിട്ട് ചക്കക്കുരു വേകണം. കാര്യം ഗ്യാസ്, ഈ ചക്കക്കുരു ഒത്തിരി ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് നന്നായിട്ട് വെന്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. വെളുത്തുള്ളി ചേർക്കുന്നത്, നല്ലതുപോലെ വെളുത്തുള്ളി ചേർക്കുന്നതിൻ്റെയും കാരണം ഇതാണ്. ഇത് ഒടുവിൽ കടുക് വറക്കാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ കുരുമുളക് അത് കല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ച് പൊടിക്കും. അതിന് ശേഷം ആ കല്ലിൽ തന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ്. ഇതാണ് കടുക് വറക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉള്ള ടിപ്സ്. നിങ്ങൾ നന്നായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പഴയ കാലത്തെ ആളുകൾ ചെയ്യുന്ന പാചക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രുചിയുള്ള രീതികളായിരുന്നു. ഇപ്പം നമ്മളും അതേപോലൊക്കെ ചെയ്യും. പക്ഷേ പണ്ടുള്ളവർ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചി കൂടുതലായിരുന്നു. ഇത് ഞാൻ കണ്ട് മനസ്സിലാക്കി, ഇപ്പം ചോദിച്ച് ഒന്നുകൂടി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തന്നെയാണിത് ചെയ്തെടുത്തതും. അത് ഇടിച്ചു വച്ചിരിക്കുന്ന, കടുക് താളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടിച്ചു വച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളി നല്ലതുപോലെ കുറച്ച് ചേർക്കണം. ഒരു 10 കഷ്ണത്തോളം വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. കാര്യം ചക്കക്കുരു കുറച്ച് ഉണ്ടായിരുന്നു. ആ സമയത്താണ് മഞ്ഞൾ പൊടി ചേർക്കുന്നത്. മഞ്ഞൾ പൊടി ഇട്ട് നമ്മൾ കരിയാതെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ളൂ. കാര്യം അമ്മച്ചിക്കൊക്കെ കഴിക്കാനും കൂടെ ഉള്ളത് കൊണ്ട്, അവർ പ്രഷറും ഒക്കെ ഉള്ളവർക്ക്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെന്ത് പോയാലും ഒരു പ്രശ്നവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ് ഇത്. എല്ലാവരും